താൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, ആരും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, വെളിപ്പെടുത്തി എലിസബത്ത്. നടൻ ബാലയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ. ബാല തന്നെ ബലാത്സംഗം ചെയ്തതിനു ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു, എന്നാൽ തന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ആത്മഹത്യയുടെ തെളിവ് ഇല്ലാതാക്കി. ചെന്നൈ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി. തന്റെ മാതാപിതാക്കളെ കേരള പോലീസും ഭീഷണിപ്പെടുത്തി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത തന്റെ കുറിപ്പ് തെളിവായി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകൂ. എനിക്ക് PR വർക്ക് ചെയ്യാനുള്ള പണമില്ല. എനിക്ക് നിങ്ങളെ പോലെ രാഷ്ട്രീയത്തിന്റെയോ സ്വാധീനത്തിന്റെയോ പിൻബലമില്ല. ഒരിക്കൽ നിങ്ങളുടെ ചെന്നൈയിൽ നിന്നുള്ള പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി. കേരളത്തിലെ പോലീസ് ഓഫീസർ എന്റെ മാതാപിതാക്കളെ വിളിച്ച് മകളെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പീഡനത്തിന് പിന്നാലെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിനാൽ എന്റെ സമ്മതമില്ലാതെ താങ്കൾ എന്തു ചെയ്താലും അത് പീഡനമാണ്. പണം കൊടുത്തുള്ള കരൾ മാറ്റിവെക്കൽ നിയമത്തിന് എതിരാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല. ഇപ്പോഴാണ് പ്രതികരിക്കുന്നത്. ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്. അതെനിക്ക് കുറ്റകൃത്യമായിട്ടാണ് തോന്നിയത്. എന്തെങ്കിലും നിയമോപദേശമോ തെറ്റോ ഉണ്ടെങ്കിൽ കമന്റിൽ എന്നെ തിരുത്തുക. എന്റെ പോസ്റ്റ് കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യമാണെങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും എലിസബത്ത് പറയുന്നു. ആശുപത്രിയിൽ വെച്ചല്ല ബാലയുമായി പ്രണയത്തിലാകുന്നതെന്നും എലിസബത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. മറച്ചു വെച്ചിട്ടാണ് എന്നെ വിവാഹം ചെയ്തത്. LKG തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ വിവാഹം ചെയ്തത്. പ്രണയത്തിലായ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ബാലയുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെയും എലിസബത്ത് ശക്തമായി എതിർക്കുന്നുണ്ട്.